ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ഫോണിൽ ഗാലറി എന്നൊരു ആപ്ലിക്കേഷൻ സാധാരണ ഉണ്ടാവില്ല. കാരണം പുതിയൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ഗാലറി എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അത് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം, ഏതെങ്കിലുമൊക്കെ എടുക്കണം. പക്ഷേ അതൊന്നും നമുക്ക് വിശ്വാസയോഗ്യമല്ല. കാരണം അതിൽ നിന്ന് എന്തൊക്കെ ചോർത്താൻ പറ്റും എന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതൊക്കെ ചോർന്നു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ആരോടും ചോദിക്കാനില്ല. അവർ ചോർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാനും പോകണില്ല. അപ്പോൾ അങ്ങനെ പലതും നമുക്ക് നഷ്ടമാവും. അങ്ങനെയൊക്കെ ഒരു സീനുണ്ട്. അപ്പോൾ അതൊന്നും സംഭവിക്കാതെ നല്ല ഒറിജിനൽ, നല്ല അടിപൊളി ഗാലറി, നല്ല ബ്രാൻഡഡ് ഗാലറി എനിക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സാധാരണ ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടാവും, പക്ഷേ ഫോട്ടോസ് നമുക്ക് വലിയ താല്പര്യമില്ലെങ്കിൽ അടിപൊളി ഗാലറി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ നമുക്ക് സാധാരണ ഉണ്ടാകുന്നത് നമ്മൾ ഫോണിലൊക്കെ ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടാവുക. ചില ഫോണിൽ ഗൂഗിൾ ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സീനുണ്ട്. അപ്പോൾ ഇത് ഗൂഗിൾ ഫോട്ടോസ് അല്ലാത്ത തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഗാലറി എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതേതാണെന്ന് നോക്കാം. അപ്പോൾ സംഭവം നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല, ഒരുപാട് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് ആകുമ്പോൾ നമ്മൾ ഗാലറി എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഗാലറി ആപ്പുകൾ വരും. കണ്ടോ, ധാരാളം ഗാലറിൻ്റെ ആപ്പുകൾ വരും. ഒരു കോടി വരെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഗാലറി ആപ്പുകളുള്ളത്. അപ്പോൾ നമ്മളത് വിശ്വാസയോഗ്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ചോർത്താൻ പറ്റുന്നതൊക്കെ ചോർത്തവർ. അപ്പോൾ കാരണം ഈ ആപ്പിൻ്റെ കാര്യമല്ല, ടോട്ടലി ഏത് ആപ്പായാലും നമ്മൾ തേർഡ് പാർട്ടി ആകുമ്പോൾ അത് അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ഒരു ഗാലറി ഉണ്ട്. ഗൂഗിൾ ഫോട്ടോസ് പോലെ തന്നെ ഗൂഗിളിൻ്റെ ഒരു ഗാലറി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഗൂഗിൾ ഗാലറി എന്ന് നമ്മൾ ഇതിൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ പല ഗാലറികളും വരും. പക്ഷെ അതിൽ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ഏതാണോ അത് തന്നെ നോക്കുക. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ LLC എന്ന് കാണുന്നില്ലേ മുകളിൽ, ഈ ഗൂഗിൾ LLCൻ്റെ തന്നെ ആണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലാതെ ഗൂഗിൾ ഗാലറി എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും വരികയാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യരുത്, ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇത് 50 crore ഡൗൺലോഡ് വന്നിട്ടുള്ളത്. കണ്ടോ, 3+ ഏജ് കാണിക്കുന്നുണ്ട്. 50 കോടി വരെ ആളുകൾ ഡൗൺലോഡാക്കി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ചുമ്മാ പറയല്ല, അങ്ങനെയാണ്. ഗാലറി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ ഫോൾഡർ മാത്രമേ വേണമെങ്കിൽ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫോൾഡർ വരും. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇതിൽ. ഡാർക്ക് തീം വർക്ക്സ് ഓഫ്ലൈനും വർക്ക് ചെയ്യും. ഗൂഗിൾ ഫോട്ടോസ് ആകുമ്പോൾ നമ്മൾ നെറ്റ് വേണം അതിൽ ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ. അങ്ങനെയാണല്ലോ, ഓൺലൈനിൽ ഫോട്ടോസാണല്ലോ കാണാം. അപ്പോൾ ഇതിന് നെറ്റ് വേണമെന്നില്ല. ഇത് ഗാലറി ഉള്ളതൊക്കെ ഇതിൽ ഓപ്പണായി വരും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സൊക്കെ പലരും ഈ ഏതെങ്കിലും തേർഡ് പാർട്ടി ഗാലറികളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നടക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.